നമസ്കാരം, എല്ലാവർക്കും രശ്മി സീരിയൽ റെസിപ്പീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടെ ചേർത്തിട്ട് എങ്ങനെയാണ് നല്ലൊരു ചമ്മന്തി തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 25 ഗ്രാം ചെമ്മീനുണ്ട്. ഇതിന്റെ തലയും വാലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തതാണ്. ഇത് നമുക്കിനി ഒന്ന് കഴുകിയും കൂടെ എടുക്കണം. ഒരു 2-3 തവണ വെള്ളം മാറി മാറി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണേ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. അതല്ലെങ്കിൽ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഇപ്പം തന്നെ കഴുകിയിട്ട് ചട്ടിയിലിട്ടിട്ട് വറുത്തിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണേ. ഒരു 10 മിനിറ്റ് ഒക്കെ വറുക്കുകയാണെങ്കിൽ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് പൊടിക്കുമ്പോൾ പൊടിയാൻ പാകത്തിനൊന്ന് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിക്കോളും. ഇനി ഇത് കരിഞ്ഞു പോകുന്നതിന് മുൻപായിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതിന്റെ പൊടിയൊക്കെ ഒന്ന് തുടച്ചു കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ മുളകൊന്ന് വറുത്തെടുക്കുക. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 9 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുളകും കരിഞ്ഞു പോകാതെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മുളകിന്റെ എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം കേട്ടോ. 9 മുളക് എന്ന് പറയുന്നത് കൂടുതലൊന്നല്ല, പാകത്തിനുള്ള ഒരു എരിവ് തന്നെയായിരിക്കും. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, എരിവ് മുന്നോട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 മുളകൊക്കെ എടുക്കാം കേട്ടോ. മുളക് ഇവിടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് എണ്ണയിലേക്ക് തന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ ഇറങ്ങിയത് ചേർക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 4 ചെറിയുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങ ഇതേപോലെ ചൂടാക്കി തന്നെ ചമ്മന്തി അരയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് പച്ചത്തേങ്ങ ഉപയോഗിച്ചിട്ടും നല്ല ചമ്മന്തി തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ തേങ്ങ ചൂടാക്കി എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ചൂടാക്കി എടുത്താലും നല്ലതായിരിക്കും. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടുന്നവരെ മാത്രം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇപ്പൊ തേങ്ങ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം തേങ്ങയും കൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ചമ്മന്തിയിലേക്ക് വേണ്ടത് നല്ല പച്ചമാങ്ങയാണ്. ഞാനിവിടെ നല്ല പുളിയുള്ള നല്ല വിളഞ്ഞിട്ടുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ഈ ഒരു മാങ്ങ മുഴുവനായിട്ടും എടുക്കുന്നുണ്ട്. അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 1/2 കപ്പ് മാങ്ങയുണ്ട്. ഇപ്പൊ ചമ്മന്തിക്കുള്ള എല്ലാ കാര്യങ്ങളായി. ഇനി നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുളകും ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇത് മാത്രമായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉള്ളിയും കൂടെ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചമ്മന്തിക്കുള്ള എല്ലാ ചേരുവകളായി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാങ്ങേന്റെ നനവ് തന്നെ മതി ചമ്മന്തി നന്നായിട്ട് അരഞ്ഞു വരാന്. ചമ്മന്തി ഇതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിനാണ് അരച്ചിട്ടുള്ളത്. ഈ ഒരു സമയത്ത് തന്നെ രുചിയും കൂടി ഒന്ന് നോക്കണേ. ഉപ്പോ എരിവോ പുളിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്താൽ മതി. ഇതിപ്പോ ചമ്മന്തിക്ക് എല്ലാം പാകത്തിനുള്ളതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചമ്മന്തിയിൽ നമ്മൾ ഉണക്കമുളകല്ലേ ചേർത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് കാന്താരി ഉണ്ടെങ്കിലും ചെമ്മീൻ കൂട്ടിയിട്ട് നല്ല ചമ്മന്തി തന്നെ നമുക്ക് മാങ്ങയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഉണക്കമുളക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ചമ്മന്തി അല്ലേ. ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കഞ്ഞീന്റെ കൂടെ ഒരു ഉപ്പേരിയോ അതല്ലെങ്കിൽ പപ്പട അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.